നമസ്കാരം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള സാധ്യത കാണുന്നു. കഴിഞ്ഞ 2018 2017 ഒടുവിൽ 2018 ഓഗസ്റ്റ് വരെയൊക്കെ പല കാര്യങ്ങളിലും പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങളുണ്ടായതിൻ്റെ ഒരു പരിണത ഫലം എന്ന നിലയിലും ആദ്യം എല്ലാം പുനരാരംഭിച്ച് കഴിഞ്ഞ 2 മാസമായിട്ട് പുനരാരംഭിച്ചതിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടായിത്തീരും. ഒരു പക്ഷേ 4-5 മാസത്തിന് ശേഷം ലാഭം എന്ന ഒരു അവസ്ഥയിൽ വന്ന് ചേരുവാനിടയുള്ളതിനാൽ ഒരു 4-5 മാസത്തേക്ക് കൂടി അശ്രാന്ത പരിശ്രമം വേണ്ടിവരും എന്ന ഒരു തീരുമാനത്തിൽ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഈ ഒരു സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങളോ കുടുംബ ഭാരങ്ങളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. പുത്രപൗത്രാദികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ഈ മാസത്തിൽ ഒടുവിൽ സാധ്യത കാണുന്നു. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുമെങ്കിലും എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിത്തീരും. പലപ്പോഴും മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ മിക്ക ജോലികളും സഹപ്രവർത്തകരുടെ ആണെങ്കിലും വേണ്ട മേലുദ്യോഗസ്ഥൻ്റെ ആണെങ്കിലും ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരു പക്ഷേ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. കരാർ ജോലികളിൽ നിന്നും ഒപ്പുവയ്ക്കുന്നതൊക്കെ തന്നെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവുക. അതുപോലെ തന്നെ ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ, സ്വന്തം നിലയിൽ പരീക്ഷ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ മുതലായവയൊക്കെ തന്നെ പരമാവധി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ നിവർത്തിക്കുന്നത് ഗുണകരമായി തീരുവാനാണ് യോഗം കാണുന്നത്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായ വിജയം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുന്നത് വഴി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല, വിതരണ മേഖലകളിലും ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഭാവിയിലേക്ക് വളരെയധികം ഗുണത്തെ ചെയ്യുവാനുള്ള സാധ്യത കൂടി ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഡിസംബർ മാസത്തിൽ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.